നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് പാക് സൈനികരും. ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിവിധ ഇടങ്ങളിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പാക് സൈന്യത്തിന്റെയും ISIയുടെയും സാന്നിധ്യമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പാക് അധീന കശ്മീരിലെ ബിലാൽ ഭീകരവാദ കേന്ദ്രത്തിന്റെ മേധാവിയായ യാക്കൂബ് മുഖളിന്റെ സംസ്കാര ചടങ്ങിൽ ISI ഏജന്റുമാരും പാക് പോലീസും പങ്കെടുത്തു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഭീകരർക്ക് പാക് സൈന്യത്തിന്റെ പരസ്യമായ പിന്തുണയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ 9 ഭീകരവാദ കേന്ദ്രങ്ങളിൽ ഇന്ന് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് പാക് അധീന കശ്മീരിലെ ബിലാൽ ഭീകരവാദ കേന്ദ്രം തകർന്നത്. ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കടത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമായി പ്രവർത്തിക്കുന്ന ക്യാമ്പായിരുന്നു ഇത്. പുലർച്ചെ 1:05 മുതൽ 1:30 വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിൽ സിന്ദൂരം മായ്ക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് തീമഴയായി പാകിസ്ഥാനോട് പകരം വീട്ടൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടു. ഭവൽപൂർ, മുറിഡ്കെ, സിലാൽകോട്ട്, കോട്ട്ലി, ഭീംപീർ, ടെഹ്റഹലാൻ, മുസഫറാബാദ് എന്നിവിടങ്ങളിലായി 9 ഭീകര കേന്ദ്രങ്ങളുടെ മേൽ റഫാൽ വിമാനത്തിൽ നിന്ന് മിസൈലുകൾ വർഷിച്ചു. 1:44 ആദ്യ വാർത്താക്കുറിപ്പിറക്കി പ്രതിരോധ മന്ത്രാലയം രാജ്യം കാത്തിരുന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ ലോകത്തോട് പറയുകയായിരുന്നു. പിന്നാലെ ആക്രമണ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതേസമയം ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസീദ് അസറിന്റെ കുടുംബത്തിലെ 14 പേരെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. 90 ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം നിരീക്ഷിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഒപ്പമിരുന്ന് പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. സംയുക്ത സൈനിക മേധാവിയോടും സൈനിക മേധാവിമാരോടും പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചു. പാകിസ്ഥാനോട് തൊട്ടടുത്തുള്ളതും വ്യോമാക്രമണത്തിന് സാധ്യതയുള്ളതുമായ രാജ്യത്തെ 10 വിമാനത്താവളങ്ങൾ അടച്ച് ഇന്ത്യ ആദ്യ പ്രതിരോധം തീർത്തു. തുടർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിരുന്നു. എന്തായാലും സാധാരണ ജനങ്ങൾക്ക് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇന്ത്യ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചിരിക്കുന്നത്. അതേസമയം 26 പേരാണ് മരിച്ചത് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് കണക്ക്. അതേസമയം ഇന്ത്യക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. പാകിസ്ഥാൻ ആക്രമണത്തെ എന്ത് ശക്തമായും നേരിടാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്.